ഇത്തവണ BMC ഇലക്ഷനിൽ ദക്ഷിണേന്ത്യക്കാരുടെ വോട്ട് പിടിക്കാൻ BJP ഇറക്കിയ തുറുപ്പുചീട്ട് ആരായിരുന്നു? അത് BJPയുടെ ഗർജിക്കുന്ന സിംഹമായിട്ടുള്ള ദക്ഷിണേന്ത്യൻ പുലിയായിട്ടുള്ള അണ്ണാമലയായിരുന്നു. അണ്ണാമലയാണ് BJPക്ക് വേണ്ടി അവിടെ ഇറങ്ങിയത്. അണ്ണാമല ഒരുപാട് അധിക്ഷേപ പരാമർശങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. നമുക്കറിയാം, ദക്ഷിണേന്ത്യയിൽ നിന്നും കുടിയേറിയ പിച്ചക്കാരെല്ലാം ഇവിടെ നിന്നും ഇറങ്ങിപ്പോണം. BMC എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുംബൈ എന്ന് പറയുന്നത് ഇത് മറാഠികളുടേതാണ് എന്നാണ് ഉദ്ധവ് വിഭാഗത്തിൽ നിന്നുമുണ്ടായ പ്രസ്താവന. ഉദ്ധവ് താക്കറെയുടെ മകൻ അണ്ണാമലയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തി. ആരാണ് ഈ അണ്ണാമലെ? ഒരു ദക്ഷിണേന്ത്യൻ ഭിക്ഷക്കാരനാണ് അണ്ണാമലെ, ബിഗ് സീറോയാണ് അണ്ണാമലെ എന്നാണ് കൃത്യമായി ഇയാൾ പറഞ്ഞു വച്ചത്. ഇതോടുകൂടി ദക്ഷിണേന്ത്യക്കാരെല്ലാം കൂടെ ഇവർക്കെതിരായി BJPക്ക് അനുകൂലമായി വോട്ട് കുത്താൻ തുടങ്ങി. ഇന്ന് ഈ ദിവസം ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ അണ്ണാമലയുടെ പവർ എന്താണെന്ന് ഇവർ മനസ്സിലാക്കുകയാണ്. അതായത് ബോംബെ എന്ന് പറയുന്നത് മറാഠികളുടേത് മാത്രമല്ല, ദക്ഷിണേന്ത്യക്കാർ അവിടെ കുടിയേറി പാർത്തിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ കുടിയേറി പാർത്തിട്ടുണ്ട്. സകല ആൾക്കാരും അവിടെ കുടിയേറി പാർത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ വന്ന് ജീവിക്കുന്ന ഒരു മൈഗ്രൻസിന്റെ കൂടെ ഒരു വലിയ സമൂഹം, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഇന്ത്യക്കാരുടെ കൂടെ ഒരു വലിയ സമൂഹം, കൂടുതലും ദക്ഷിണേന്ത്യക്കാർ മുംബൈയിൽ ഉണ്ട് എന്നുള്ള കാര്യം അവർ മറന്നുപോയി. അണ്ണാമല ഒരു വാക്ക് പറഞ്ഞു, മുംബൈ എന്ന് പറയുന്നത് പഴയ മുംബൈ അല്ല, ഇപ്പോൾ ഇന്റർനാഷണൽ ആണ് മുംബൈ എന്നാണ് അണ്ണാമല പറഞ്ഞത്. മുംബൈ ഇന്റർനാഷണൽ ആണെന്ന് പറഞ്ഞതും മറാഠിവാദം ഉന്നയിക്കുന്ന UBT അഥവാ ഉദ്ധവ് വിഭാഗത്തിന്റെ ആ ഒരു വികാരം വ്രണപ്പെട്ടു. അവർ പറഞ്ഞത് ഇന്റർനാഷണൽ അല്ല മുംബൈ, മുംബൈയിൽ ഇന്റർനാഷണൽ ആയി ഒന്നുമില്ല, മുംബൈ മറാഠികളുടേത് മാത്രമാണ്, അങ്ങനെ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അണ്ണാമല പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് അവിടെയുള്ള പല ആൾക്കാരും, മുംബൈക്കാർ പോലും ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുംബൈ ഇന്റർനാഷണൽ തന്നെയാണ്, കാരണം മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്, ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നഗരമാണ്. ആ ഉദ്ദേശമാണ് അണ്ണാമല പറഞ്ഞത്. ഇപ്പോഴിതാ അണ്ണാമലയെ എതിർത്തതിന്റെ വലിയ ഭവിഷ്യത്ത് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ കോർപ്പറേഷനുകളിലും ഉദ്ധവ് വിഭാഗവും ശിവസേനയും കടപുഴകിക്കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.